അനുമോദ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അനുമോദ്, ഏതായാലും തൃശൂർ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ് ബി.ജെ.പിയുടെ. അവിടെ ബി.ജെ.പി ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. സുരേഷ് ഗോപി അവിടെ കുറേ നാളുകളായി വളരെ പ്രധാനപ്പെട്ട പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളാണ്. ഈ വീണ്ടും മത്സരിക്കാൻ വരുമ്പോഴും അദ്ദേഹം പ്രതീക്ഷിക്കുന്ന ഒരു ഗുണമുണ്ട്, ഒരു വിജയത്തിൻ്റെ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. അവിടെ മോദി, നമുക്കറിയാം മോദി, സുരേഷ് ഗോപിയോടുള്ള മോദിയുടെ താല്പര്യം, സുരേഷ് ഗോപിയെ ഏത് തരത്തിലാണ് തൃശ്ശൂരിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്, അതൊക്കെ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ എങ്ങനെ കാണണം? തൃശ്ശൂരിൽ ഈ വരവ് എന്ത് ഗുണം ചെയ്യുമെന്ന് ബി.ജെ.പി പ്രതീക്ഷിക്കുന്നു? മോദി ഉണ്ടെങ്കിൽ എന്തും സാധ്യമെന്നാണ് ബി.ജെ.പി പ്രവർത്തകരുടെ ആത്മവിശ്വാസം. മോദിയുടെ സാന്നിധ്യം അത് പാലക്കാട് അദ്ദേഹം വരികയാണെങ്കിൽ തന്നെ അതിന്റെ ഒരു ഇമ്പാക്റ്റ് തൃശ്ശൂരിലും ആലത്തൂരിലും ഒക്കെ ഉണ്ടാകും എന്നൊരു കണക്കൂട്ടലാണ് ബി.ജെ.പി പ്രവർത്തകർക്കുള്ളത്. അതായത് ബി.ജെ.പി പ്രവർത്തകർ തന്നെ അവരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു വലിയ അണക്കെട്ടിൽ, ആ അണക്കെട്ടിൽ വെള്ളം നിറഞ്ഞു നിൽക്കുമ്പോൾ അതിന്റെ ഗുണം അതിന്റെ ചുറ്റുവട്ടത്തുള്ള എല്ലാ മേഖലയിലും കിട്ടുമെന്ന് പറയുന്ന പോലെയാണ് നരേന്ദ്രമോദിയെ പോലെ വലിയ ഒരു നേതാവ് ഇവിടെ എത്തുമ്പോൾ അതിന്റെ ഇമ്പാക്റ്റ് തീർച്ചയായും തൃശ്ശൂരടക്കം ഉണ്ടാകുന്ന ഒരു കണക്കൂട്ടലും പ്രതീക്ഷയുമാണ് അവർക്കുള്ളത്. നമുക്കറിയാം, തൃശ്ശൂരിനെ സംബന്ധിച്ച് ബി.ജെ.പി ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന കേരളത്തിലെ മണ്ഡലങ്ങളിൽ ഒന്നാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി സുരേഷ് ഗോപി അവിടെ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മണ്ഡലത്തിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ഓരോ വിഷയത്തിൽ രാഷ്ട്രീയമായിട്ടും അല്ലാതെയും അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ബി.ജെ.പിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ളതും തൃശ്ശൂർ തന്നെയാണ്. സുരേഷ് ഗോപിക്ക് വേണ്ടി നരേന്ദ്രമോദി തൃശ്ശൂരിൽ ഇതിനോടകം 2 തവണ രാഷ്ട്രീയ കാര്യങ്ങൾക്കാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം സുരേഷ് ഗോപിക്ക് 2 തവണ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തന്നെ വലിയൊരു മെസ്സേജാണ് തൃശ്ശൂരിലെ വോട്ടർമാർക്ക് നരേന്ദ്രമോദി നൽകുന്നത്. അതേ ഒരു സാഹചര്യം, അതായത് ഈ പാലക്കാട്ടേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം, രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുവരെ നല്ല ചൂടാണ്. മീനച്ചൂട് പാലക്കാട് അതികഠിനമാണ്. അത് പക്ഷേ ആ ഒരു ചൂടിനെ പോലും അവഗണിച്ചുകൊണ്ടാണ് 10,000 ഇപ്പോൾ ഇവിടെ നരേന്ദ്രമോദിയെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി അടിച്ചുകൂടിയിരിക്കുന്നത്. വലിയ ആവേശത്തോടെ അവർ റോഡിന്റെ ഇരുവശവും കാത്തിരിക്കുകയാണ്. പോലീസിന്റെ കർശന സുരക്ഷാ നിർദ്ദേശങ്ങളുണ്ട്, കർശന നിയന്ത്രണങ്ങളുണ്ട്. ബാരിക്കേഡുകൾക്കപ്പുറത്ത് പോലീസിന്റെ ഒരു മതിൽ തന്നെ ഉണ്ട്. അതിനിപ്പുറമാണ് പ്രവർത്തകർ നരേന്ദ്രമോദിക്ക് അഭിവാദ്യമർപ്പിക്കുവാൻ പൂക്കളും പ്ലക്കാർഡുകളും എല്ലാം വേണ്ടി കാത്തു നിൽക്കുന്നത്. എന്താണെങ്കിലും ഈ ഒരു പാലക്കാടിനെ സംബന്ധിച്ച് നരേന്ദ്രമോദിയുടെ ഈ ഒരു റോഡ് ഷോ, അദ്ദേഹം പറയില്ലെങ്കിൽ പോലും, അദ്ദേഹത്തിന്റെ സംഭാഷണം പ്രസംഗമൊന്നുമില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സന്ദർശനം തന്നെ വലിയ ഉണർവാണ് ഈ പ്രവർത്തകർക്ക് നൽകുന്നത്. കാരണം ബി.ജെ.പി അത്രമാത്രം പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് പാലക്കാട് ബി.ജെ.പിക്ക് ഗ്രാജുവലായിട്ട് ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണ്. അത് ഒരു വ്യക്തിപ്രഭാവം കൊണ്ടല്ല, ബി.ജെ.പി എന്ന പാർട്ടിയുടെ വേരുകൾ പാലക്കാട് ആഴങ്ങളിലേക്ക് പോകുന്നുണ്ട് എന്ന് പാർട്ടി വിലയിരുത്തുന്നു. സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദിയുടെ സന്ദർശനം അത് പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആവേശമാണ്. നമുക്കിപ്പം പ്രവർത്തകർ ചേരുന്നുണ്ട്. എന്താണ്, എല്ലാവരും ആവേശത്തിലാണോ? ഇതിന് മുൻപ് മോദിജി വന്നപ്പോൾ കാണാൻ കഴിഞ്ഞിരുന്നു? കാണാൻ കഴിഞ്ഞില്ല. എന്താണ് നല്ല ചൂടാണെങ്കിൽ എല്ലാവരും തിരിച്ചുകൊണ്ടിരിക്കുകയല്ലോ, എന്താണ് ഇത്തവണ പ്രതീക്ഷ നിങ്ങളൊക്കെ? പ്രതീക്ഷകള് നല്ല പ്രതീക്ഷയാണ്. കൃഷ്ണകുമാരേട്ടൻ ജയിക്കും എന്നുള്ള പ്രതീക്ഷ. എന്താണ്? അതെ, നമ്മൾ ജയിക്കും. കണ്ടിട്ടുണ്ടോ? പറഞ്ഞോ? മോളെ ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാണ്. എന്താണ് നിങ്ങളെയൊക്കെ ഒരു കണക്കൂട്ടില്ലേ ഈ നരേന്ദ്രമോദി സന്ദർശനം പാലക്കാട് എത്രമാത്രം ചെയ്യുന്നത്? ഞങ്ങളെല്ലാവരും ഒരു ആകാംക്ഷയിലായിരിക്കുന്ന ആളെ കാണാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ഇപ്പോ ഒന്നുകൂടെ കാണാൻ വലിയൊരു ഭാഗ്യം തന്നെയാണ്. തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് കുറെ കൂടി കരുത്ത് നൽകുന്നതാണല്ലോ. ഉണ്ടാവും. എന്തായാലും ജയിക്കുന്നുള്ള പ്രതീക്ഷ എല്ലാവർക്കും ഒന്നുണ്ട്. അതെ, ഒരു ഗ്യാരണ്ടിയാണ് അല്ലേ? ഒരു ഗ്യാരണ്ടിയാണ്. എന്താണ് നിങ്ങളുടെയൊക്കെ ഒരു പ്രതീക്ഷ? ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന പാലക്കാട്ടത്തെ 10,000-കണക്കിന് ജനങ്ങൾക്ക് ഇതൊരു അസുലഭ നിമിഷമാണ്. ഇത്തവണ പാലക്കാട് താമര വിരിയും. ഇത്തവണ ഇന്ത്യ വീണ്ടും 400 സീറ്റിന് മുകളിൽ പിടിച്ചുകൊണ്ട് നരേന്ദ്രമോദിജി തീർച്ചയായിട്ടും 100%. ഇപ്പോൾ മൂപ്പര് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഈ മോദി വരവ് കാരണം കൊണ്ട് എല്ലാ ജനങ്ങളും ഒന്നുകൂടിയതാണ്. ഇത് 100% വോട്ടിൽ തന്നെ കാണും. ഇപ്രാവശ്യം എന്തായാലും പാലക്കാടിൽ വിജയം ഉറപ്പാണ്. ഈ ചൂടിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് എല്ലാവരും നിൽക്കുന്നത് തന്നെ മോദി കാണാനാണ്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മുടെ സി കെ എന്തായാലും ലോക്സഭയിൽ ഉണ്ടാവുന്നതാണ്. നരേന്ദ്രമോദിയെ കാണുന്നതിന്റെ മോദിയെ കാണുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ആവേശമാണല്ലോ. ഇന്ത്യയുടെ പൗരനാണല്ലോ, പ്രഥമ പൗരൻ എന്നുള്ള നിലയ്ക്ക് മൂപ്പരെ കാണാൻ ഞങ്ങൾ ആവേശത്തോടുണ്ട്. എന്ത്
എന്ന് തന്നെ ചൂടാണെങ്കിലും ശരി ഞങ്ങൾ നിൽക്കാൻ തയ്യാറാണ്. ചേട്ടന് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഇതുമാതിരി ഒരു വ്യക്തി ഇവിടെ എത്തുന്നത് തന്നെ ഏറ്റവും വലുതല്ലേ. ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ജനം, ഒരു നോക്ക് കാണാൻ അത്രേ വേണ്ടു. വേറെ ആ കൈവീശിന് ഒരു നോക്കും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഒരു ഇതായ മാതിരിയാണ്. ഭാരത് മാതാക്കി ജയ്. മോദിജിയെ കാണാൻ വേണ്ടി ഞങ്ങൾ ആകാംക്ഷയോടെ നിൽക്കുകയാണ്. ഭാരതത്തിന്റെ ഒരു അവതാര പുരുഷനെ കാണാൻ വേണ്ടിയിട്ടാണ് നിൽക്കണം. അപ്പൊ ആ ഭാരത് മാതാക്കി ജയ് പറയാണ്. മോദിജി കാണാൻ വേണ്ടി ആകാംക്ഷമായിട്ട് എല്ലാവരും നിൽക്കുകയാണ്, കാത്തുകൊണ്ട് നിൽക്കുകയാണ്. വലിയ പ്രതീക്ഷയാണ് നമുക്ക്. എന്താണെങ്കിൽ ഇതാണ്, പ്രവർത്തകരൊക്കെ വലിയ ആവേശത്തിലാണ്. അങ്ങ് ആദ്യമായിട്ടാണോ മോദിയെ കാണാൻ പറ്റുന്നത്? മോദിയെ കാണാൻ വേണ്ടി ആദ്യമായിട്ടാണോ? മുമ്പ് ഒന്ന് കണ്ടിട്ടുണ്ടോ? ആദ്യമായിട്ടാണ്. ആ ടീഷർട്ടൊക്കെ നല്ല അല്ലേ? ടീഷർട്ടൊക്കെ ആണെങ്കിൽ നല്ല ആവേശത്തിലാണല്ലോ. എന്താണ് ഇത്തവണ നിങ്ങളൊക്കെ ഒരു കണക്കൂട്ടൽ? ഇത്തവണ തീർച്ചയായിട്ടും കേന്ദ്രത്തില് മോദി തന്നെ പാലക്കാട് ബിജെപിക്ക് ഒരു നേട്ടം കൈവരിക്കാൻ കഴിയും. അങ്ങേയറ്റത്തെ പ്രതീക്ഷയുള്ള ഒരു സ്ഥലമാണ്. മോദിയുടെ സന്ദർശനം ഗുണം ചെയ്യും അല്ലേ? തീർച്ചയായിട്ടും അതിനാണല്ലോ ഈ പ്രയത്നം. രഞ്ജിത്ത്, ഇതാണ് നമുക്ക് ഇവിടെ നിന്നുള്ള ഒരു ആവേശമാണ് നമ്മൾ പങ്കുവച്ചത്. വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് അവിടുത്തെ ദൃശ്യങ്ങൾ തൽക്കാലം കാണിക്കുന്നതിൽ ചില പരിമിതികളുണ്ട്. കാരണം പോലീസിന്റെ കർശന നിർദ്ദേശങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് പുറത്തുനിന്ന് പോലീസിന്റെ ഭാഗത്ത് നിർദ്ദേശമുള്ളതുകൊണ്ട് നമുക്ക് ദൃശ്യങ്ങൾ കാണിക്കുന്ന ചില പരിമിതികളുണ്ടെങ്കിൽ പോലും ജനങ്ങളുടെ ഒരു പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ മീനച്ചൂടിനെ രാവിലത്തെ ചൂട്, കടുത്ത ചൂടിനെ വകവയ്ക്കാതെ രാവിലെ മുതൽ ആളുകൾ ഇവിടെ കാത്തിരിക്കുകയാണ്. പ്രവർത്തകർ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. നരേന്ദ്രമോദി ഒരു നോക്ക് കണ്ട് അദ്ദേഹത്തിന് റോഡ് ഷോയുടെ ഭാഗമാകുവാൻ, അതോടൊപ്പം തന്നെ ഈ ഒരു സന്ദർശനം ബിജെപിക്ക് പാലക്കാട് മാത്രമല്ല സമീപ മണ്ഡലങ്ങളിലും ഗുണം ചെയ്യും എന്ന പ്രതീക്ഷയാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത്. എന്നാണെങ്കിലും പാലക്കാട് ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ് നരേന്ദ്രമോദിയുടെ കടന്നുവരവിനായി. അല്പസമയത്തിനകം പ്രധാനമന്ത്രി പാലക്കാടേക്ക് എത്തുമെന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ. മോദിയുടെ ടീഷർട്ട് അടക്കം ധരിച്ചുള്ള നിരവധി പാലക്കാട്ടുകാർ അവിടെ ഉണ്ട്. അവർ അദ്ദേഹത്തെ കാണാനായി കാത്തു നിൽക്കുന്നു ഈ റോഡിന്റെ ഇരുവശത്തും. എസ് വിനേഷ് കുമാർ